ഈ വിഷയവുമായി ബന്ധപ്പെട്ടിപ്പോൾ നമ്മുടെ നാട്ടിൽ 2-3 വിഭാഗമായിട്ടുണ്ട്. അതിലൊന്ന് എന്ന് പറയുന്നത് ആ സ്ത്രീ ചെയ്തിട്ടുള്ളതായിട്ടുള്ള കൊടിയ ക്രൂരത, അതിന് തക്കതായ ശിക്ഷ ലഭിക്കണം. ആ സഹോദരൻ്റെ കുടുംബങ്ങൾക്ക് നീതി ലഭിക്കണം. കാരണം അത്രയും വലിയ ക്രൈമാണ് അവർ ചെയ്തിട്ടുള്ളത് എന്നുള്ള നിലക്ക് ആ ചെയ്ത കുറ്റകൃത്യത്തിന് അതിന് നീതി കിട്ടണം എന്നുള്ള പക്ഷക്കാരും, അതുപോലെ തന്നെ നമ്മുടെ നാട്ടിൽ എന്ത് നടന്നാലും അതിനൊരു രാഷ്ട്രീയപരമായിട്ട് കാണുന്ന കുറച്ച് ആളുകളുണ്ട്. അഥവാ അതിലിടപെട്ട ആളാരാണ്, അതിലിടപെട്ട പാർട്ടികൾ, അതൊക്കെ നോക്കിയിട്ട് ചേരി തിരിഞ്ഞു നിൽക്കുന്നൊരു സ്വഭാവം. പിന്നെ എന്ത് വിഷയം വന്നാലും നമ്മുടെ നാട്ടിലുണ്ടാവും. അത്തരം വിഷയങ്ങൾ നോക്കുമ്പോൾ 3-4 വിഭാഗമായിട്ട് നമ്മുടെ നാട്ടിൽ മാറിയിട്ടുണ്ട്. കൊല്ലപ്പെട്ട വ്യക്തിയുടെ സഹോദരനുമായിട്ട് അവരുടെ കുടുംബാംഗങ്ങളുമായിട്ട് ഒരുപാട് മണിക്കൂറുകളോളം നീണ്ടു നിൽക്കുന്ന ചർച്ച നടത്തി എന്നൊക്കെ തരത്തിലുള്ള പല ന്യൂസുകളും ആ ഒരു സമയത്ത് പുറത്തുവിട്ടിരുന്നു. ഒരുപാട് ഒട്ടുമിക്ക ന്യൂസ് ചാനലും പറഞ്ഞിരുന്നു അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളുമായി ചർച്ച നടത്തുകയാണെന്നൊക്കെ. ഈ ചർച്ച നടത്തുന്നു എന്ന് പറയുന്നു എന്നല്ലാതെ, ന്യൂസ് പറയുന്നു എന്നല്ലാതെ ഒരു തെളിവും ഒരു വീഡിയോ പോയിട്ട് ഒരു ഫോട്ടോ പോലും, അവർ കൂടി ഇരുന്ന് ചർച്ച ചെയ്യുന്ന ഒരു ഫോട്ടോ പോലും ഒരൊറ്റ മാധ്യമവും പുറത്തുവിട്ടിട്ടില്ല. പിന്നീട് ഇപ്പോഴാണ് അറിഞ്ഞത് അതൊക്കെ വെറും പച്ചക്കളവ് പ്രചരിപ്പിക്കുകയായിരുന്നു. അങ്ങനൊരു സംഭവം തന്നെ നടന്നിട്ടില്ല. അന്ന് വന്ന മിക്ക ന്യൂസുകളും പച്ചക്കളവായിരുന്നു. ആ സഹോദരൻ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരുന്നു, ഇങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ല, ഇവിടെ അവരാരും ഞങ്ങൾ കണ്ടിട്ടില്ല, ചർച്ച നടത്തിയിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. പക്ഷെ മാധ്യമങ്ങളൊക്കെ ഇവിടെ വലിയ രീതിയിൽ ആഘോഷിക്കായിരുന്നു. ചർച്ച നടക്കുന്നു, ഇപ്പം ശരിയാകും, നാളെ ശരിയാകുന്നു, അങ്ങനെ സംഭവം നടന്നിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടുകൊണ്ട് ഒരു യമനിലുള്ള ഒരു സൂഫി പണ്ഡിതൻ, യമനിൽ ധാരാളം പണ്ഡിതന്മാരുണ്ട് ഇസ്ലാമിക, ഇതേപോലെ അതിപ്പോൾ ഈ പറയപ്പെട്ട ഇറാനിലും ഇറാഖിലും യമനിലൊക്കെ ധാരാളം സൂഫി പണ്ഡിതന്മാർ എന്നറിയപ്പെടുന്ന ആളുകളുണ്ട്. അത്തരത്തിൽപ്പെട്ട ഒരാളെ കൊണ്ട് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ ഒരാളെ കൊണ്ട് അദ്ദേഹത്തിന് എന്ത് വലിയ സ്വാധീനമുണ്ടെങ്കിൽ അവിടുത്തെ കോടതിയേക്കാൾ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനേക്കാൾ മേലെ അദ്ദേഹത്തിന് സ്വാധീനം ഉള്ള ആൾ എന്ന് പറയുമ്പോൾ അതൊരിക്കലും അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. അപ്പോൾ ഇതുപോലുള്ളൊരു സൂഫി പണ്ഡിതൻ എന്ന് പറയുന്ന പണ്ഡിതന്മാർ ഇഷ്ടംപോലെ ഇത്തരം നാടുകളിലുണ്ട്. ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ഉസ്താദുമാർ ഇഷ്ടംപോലെ ഉണ്ട്. ഇതേപോലെ തന്നെ ഒരു ഉസ്താദാണ് ഈ പറയപ്പെട്ട യമനിലെ സൂഫി പണ്ഡിതൻ എന്ന് പറയുന്നത്. അദ്ദേഹം അതിലിടപെട്ടതുകൊണ്ട് ഒരു നിലക്കും ഇതിൻ്റെ വിധി മാറ്റാനോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങൾക്കോ ഒന്നും കഴിയില്ല. അതൊക്കെ ഒരുപാട് ലിമിറ്റുകളുണ്ട്. ഒരാൾ വിചാരിച്ചത് കൊണ്ടൊന്നും ഒരിക്കലും ഒന്നും സംഭവിക്കാൻ പോകില്ല. മാത്രമല്ല യമനിലെ ഈ പണ്ഡിതൻ പറയുന്ന വ്യക്തി അദ്ദേഹം ഒരു സുന്നിയാണ്, സുന്നിയാശയക്കാരനാണ്. ആ ഒരു രീതിയിലാണ് അദ്ദേഹത്തിന് ആ നാട്ടിൽ അറിയപ്പെടുന്നത്. ഇറാഖ്, ഇറാൻ, യമൻ, സിറിയ, അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങളിലൊക്കെ ഏറ്റവും അധികം ഉള്ളത് സുന്നികളുണ്ട്. എന്നാൽ അവരെക്കാളിലും ഭൂരിപക്ഷം അല്ലെങ്കിൽ ഏറ്റവും സ്ട്രോങ് ആയിട്ടുള്ളത് ഷിയ വിഭാഗമാണ്. ഈ ഷിയ വിഭാഗത്തിൽ തന്നെ വ്യത്യസ്ത പല ടൈപ്പുകളും അവരിതിലും ഒരുപാട് 3-4 പല വിഭാഗങ്ങളുണ്ട്. ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് ഇവരൊക്കെ ഏറ്റവും അധികം ബഹുമാനിക്കുന്ന ഒരു മാസമാണ് മുഹറം മാസം. അപ്പോൾ ഈ മുഹറം മാസത്തിന് അവർ വളരെയധികം ബഹുമാനത്തോടു കൂടിയും ആദരവോടു കൂടിയും കാണുന്ന ഒരു മാസമാണ്. ഈ മാസത്തിൽ അവർ ഔദ്യോഗികമായിട്ടുള്ള യുദ്ധം, അതുപോലെ തന്നെ വലിയ ശിക്ഷാ നടപടികളൊന്നും തന്നെ ഈ മാസത്തിൽ അവർ ചെയ്യൂല. അത് ആ നാട്ടിൽ പണ്ട് മുതൽക്ക് തന്നെ അങ്ങനെയാണ്. അപ്പോൾ ഈ നിമിഷപ്രിയവുമായി ബന്ധപ്പെട്ട വധശിക്ഷ മാറ്റിവെക്കാനുള്ള ഒരു പ്രധാന റീസൺ എന്ന് പറയുന്നത് മുഹറം മാസം ആയതുകൊണ്ട് ആ നാട്ടിൽ എത്രയോ മാസം മുമ്പ് തന്നെ ഈ വധശിക്ഷ മാറ്റിവെക്കണമെന്നുള്ള ഔദ്യോഗികമായ അറിയിപ്പ് ആ നാട്ടിലെ ഗവൺമെൻറ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ രേഖകളാണ് നമ്മൾ സോഷ്യൽ മീഡിയ വഴി കണ്ടത്. ഈ ഒരു സംഭവം, ഈ ഒരു വധശിക്ഷ മാറ്റിവെക്കുന്നത് തന്നെ മുഹറം മാസമായതുകൊണ്ടാണ്. ഇപ്പോൾ ഇറാൻ ഇസ്രായേലിനെതിരെ തിരിച്ചടി നടത്തിയിരുന്നു. ഈ തിരിച്ചടി നടന്ന് ഇപ്പോൾ താൽക്കാലികമായിട്ട് അവർ സ്റ്റോപ്പ് ചെയ്തു ഇറാൻ. എന്താ കാരണം? മുഹറം മാസം ആയതുകൊണ്ട് അവർ താൽക്കാലികമായി അത് സ്റ്റോപ്പ് ചെയ്തതാണ്. അപ്പോൾ ഇതേപോലത്തെ വലിയ വലിയ ശിക്ഷാ രീതികളും ഔദ്യോഗികമായിട്ടുള്ള യുദ്ധങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നിർത്തിവെക്കുന്ന മാസമാണ് മുഹറം മാസം എന്നുള്ളത്. അത് അവരുടെ വിശ്വാസപ്രകാരം, ഷിയ വിശ്വാസപ്രകാരം അവരത്രയും വലിയ ബഹുമാനത്തോടു കൂടിയും ആദരവോടു കൂടിയും കാണുന്നത് കൊണ്ടാണ് ഈ ഒരു സംഭവം ആ ഒരു മാസത്തിൽ അവർ നടത്താത്തത്.